രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതി. പരാതിയിൽ സ്വീകരിച്ച നടപടി, അന്വേഷണത്തിന്റെ പുരോഗതി എന്നിവ ഉൾപ്പെടുന്ന റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജൂൺ 5-ന് റിപ്പോർട്ട് നൽകണമെന്നതാണ് നിർദ്ദേശം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, പ്രധാനമന്ത്രി രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിന്റെ വിഷയത്തിൽ, വിവാദത്തിൽ എങ്ങനെയാണ് കോടതി ഇടപെട്ടിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഡൽഹി സ്വദേശിയായ കുർബാൻ അലിയാണ് ഈ പരാതി നൽകിയത്. ആദ്യം ഡൽഹി പോലീസിൽ പരാതി നൽകിയെങ്കിലും തുടർന്ന് അന്വേഷണമോ FIR രജിസ്റ്റർ ചെയ്യാതിരുന്നതോടുകൂടിയാണ് ഈ പരാതിക്കാരൻ സാകേത് കോടതിയെ സമീപിക്കുന്നത്. എന്തായാലും അതിലൊരു ഇടപെടൽ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അതായത് ഡൽഹി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് പരാതിയിൽ സ്വീകരിച്ച നടപടി അതെന്തൊക്കെയാണ് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കണം. രണ്ട്, ഈ കേസിന്റെ അന്വേഷണം, ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ, അന്വേഷണത്തിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ വിശദീകരണം വേണം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഡൽഹി പോലീസിനോട് ഇപ്പോൾ തേടിയിരിക്കുന്നത്. ജൂൺ 5-ന് റിപ്പോർട്ട് നൽകാൻ കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ രാജസ്ഥാനിൽ നരേന്ദ്രമോദി സ്വന്തം മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം നടത്തിയെന്നുള്ളതാണ് ഈ പരാതിക്കാരൻ ആരോപിക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി, അച്യുതൻ ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.